കാലം പോയ ഒരു പോക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പം തിരുത്തുകളുടെ ഒരു കാലമാണ്. ആവേശത്തിന് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അത് വ്യാഖ്യാനങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊണ്ട ഒരു കാര്യം പറയുമ്പോൾ അത് തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ്, തെറ്റിദ്ധരിക്കരുത്. ഇന്ന് നടത്തിയ പ്രസംഗം നാളെ വ്യാഖ്യാനം വരുന്നു, അതങ്ങനല്ല ഇങ്ങനെയാണ്, അതിൻ്റെ സൂചന അങ്ങനല്ല ഇങ്ങനെയാണ് എന്ന്. അങ്ങനെയുള്ള ഒരു കാലമാണിത്. തിരുവിക്കാരം ഫൈസി ജാമ്യയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആ പഴയകാലത്ത് പ്രസംഗിച്ചിരുന്നൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തിയതിന് ശേഷം അന്ന് ശരിക്ക് പറയേണ്ടതിൽ ആയത്തും ഹദീസൊക്കെ ഓതിയിട്ട് അദ്ദേഹം സമർത്ഥിച്ചു. പക്ഷേ ഓതുന്ന ആയത്തുകൾ മുഴുവനും ഒരു കുടുംബത്തിലേക്ക് ഓടിപ്പോവുകയാണ്. ഏത് സൂചന പറഞ്ഞാലും ഹക്ക് പറയുമ്പോഴൊക്കെ അതിൻ്റെ ധ്വനി അങ്ങോട്ട് സൂചനയാകുകയാണ്, ഒരു തറവാട്ടിലേക്ക്. ഇതിലാണിപ്പോൾ നമ്മളെ പ്രഭാഷകന്മാരൊക്കെ കുടുങ്ങിയത്. കാരണം ആയത്തോതാൻ വയ്യ, ഹദീസ് ഓതാൻ വയ്യ, വിശദീകരിക്കാൻ വയ്യ. വിശദീകരിച്ചാലും മുഴുവനും പോകുന്നത് അങ്ങോട്ടാണ്. അതിൻ്റെ ലാഹിർ തന്നെ, പുറംഭാഗം തന്നെ അങ്ങനെയാണ്. പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമോ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റിദ്ധരിച്ചാലാണല്ലോ അതിൻ്റെ ഉള്ളെന്താണെന്ന് അറിയാതെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുക എന്ന് പറയല്. പുറം തന്നെ മനസ്സിലാവും അങ്ങനെ എങ്ങനെയൊക്കെയാണ്, ആരൊക്കെ എങ്ങനെയൊക്കെയെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഓതുന്ന ഹദീസും ആയത്തും എവിടേക്കാണ് ഉന്നമിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ, വായിൽ നിന്ന് ചാടുമ്പോൾ തന്നെ ആളുകൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ അതിലാകെ കുടുങ്ങിയിരിക്കുകയാണ്. ഒരു ആവേശത്തിന് സത്യമായിട്ട് പറയാണ്. പക്ഷെ ആ സത്യം പറഞ്ഞത് പിന്നെ വിഴുങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്ഥാനം പോകുമോ, മാനം പോകുമോ, അവഗണിക്കപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് വിറ്റേന്ന് തന്നെ ഇപ്പം രണ്ടാളെ തിരുത്ത് നമ്മൾ വായിക്കുകയുണ്ടായി. തിരുവിക്കാരം ഫൈസിൻ്റെ ഒരു തിരുത്ത് നമ്മൾ കണ്ടത്, ജാമ്യയുടെ സമ്മേളനത്തിൽ അദ്ദേഹം ആയത്തോതിയിട്ട് അഹ്ലു ബൈത്തായാലും ആരായാലും ഏതായാലും സുന്നത്ത് ജമാഅത്താണ്, അത് തന്നെ സത്യം. ആ സത്യം തുറന്ന് പറയേണ്ടത് തന്നെയാണ്, അതിൽ ഉറച്ചു നിൽക്കേണ്ടതും തന്നെയാണ്. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും വന്നു എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ആ വ്യാഖ്യാനം വന്നാൽ ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഇവരല്ല അവരല്ല പിന്നെ ആരെയാണെന്ന് പറയണല്ലോ. അദ്ദേഹം പറഞ്ഞേ അദ്ദേഹത്തെ അല്ല ഇദ്ദേഹത്തെ അല്ല. ആ ഒളിഞ്ഞുകടി പറ്റൂല. തെറ്റിദ്ധരിച്ചരുതെന്ന് പറഞ്ഞാൽ അതെ അങ്ങനെ, പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇയാളിയല്ല അയാളിയല്ല പിന്നെ മൂന്നാമത് ആരെയാണെന്ന് പറയണല്ലോ, അത് പറയണില്ല. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പറയുന്നത്, ഞാൻ ജാമ്യയിൽ ഇന്നലെ നടത്തിയ പ്രസംഗം വളരെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പ്രസ്തുത പ്രസംഗത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് പാണക്കാട് തങ്ങന്മാരെയാണെന്നും സമസ്തയുടെ നേതാക്കളെയാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. അവരാരെയും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ആരും ഉദ്ദേശിക്കുന്നാവും? മൊത്തം സുന്നത്ത് ജമാഅത്തിന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. വിഷയം അതായിരുന്നതിനാൽ പറഞ്ഞെന്ന് മാത്രം. ആരും തെറ്റിദ്ധരിപ്പിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിപ്പിക്കാനായി പ്രവർത്തിക്കുന്നവർക്കെതിരെ എന്തു ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. അത് നല്ലതാണ്. അപ്പം ഈ പറഞ്ഞത് ഇദ്ദേഹം അവരല്ല ഉദ്ദേശിച്ചത്, ഇവരെയല്ല ഉദ്ദേശിച്ചത്. എന്നാൽ പിന്നെ ആരെ ഉദ്ദേശിച്ചൊന്നും കൂടി ഇതിൽ എഴുതേണ്ടിയിരുന്നു. അതൊന്നും ഇല്ലാതെ സത്യം പറയുമ്പോൾ മുഖം നോക്കാൻ പാടില്ല എന്നാണല്ലോ. അപ്പം സത്യാണ്ട് പറഞ്ഞു, അതിൻ്റെ ശേഷം ആർക്കെങ്കിലും കൊണ്ടാൽ അത് കൊണ്ടവർക്ക് കൊണ്ടു എന്നാണല്ലോ ഇദ്ദേഹത്തിൻ്റെ പഴയ നയം. മുമ്പ് കാലത്താണെങ്കിൽ അദ്ദേഹം എന്താ പറയല്, ഞാൻ ആയത്ത് ഓതിയിട്ടുണ്ട്, ആ ആയത്ത് ആരാണതിൽ, ആ ആയത്ത് വെച്ച് നോക്കുക, അതടിസ്ഥാനത്തിൽ ആരാണ് പറ്റാത്തവർ അതവർ പറയും, അവർ അതിൽ നിന്ന് ഒഴിവാണ് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻകാല വ്യാഖ്യാനങ്ങൾ. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞത് ആരെക്കുറിച്ചാണെങ്കിലും ഒരു തറവാട് വക സ്വത്തല്ല, നിങ്ങളിൽ നൂല് മന്ത്രിക്കുന്നവരാണ് നിങ്ങളടുത്തുള്ളെങ്കിൽ ആലാത്ത് മന്ത്രിക്കുന്നവർ ഞങ്ങളെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബത്തിനെ വെല്ലുവിളിച്ച അദ്ദേഹത്തിന് ഇപ്പോൾ അന്നത്തെ നട്ടെല്ല് നഷ്ടപ്പെട്ടു എന്നാണല്ലോ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കേണ്ടിയിരുന്നു. അന്നുണ്ടായിരുന്ന ആർജവം ഇന്നില്ല എങ്കിൽ പിന്നെ അങ്ങനത്തെ പറയാൻ പോകരുത്. ആയത്തു ഹദീസൊക്കെ വേറെ തെറ്റിദ്ധരിക്കാത്ത ഒരുപാട് ആയത്തു ഹദീസൊക്കെ ഇതിനെ പറ്റിയത് തന്നെ ഉണ്ടല്ലോ. പക്ഷെ ഇത് എവിടേക്കുള്ളതാണെന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് തീരുന്നുണ്ട്. പിന്നെ തെറ്റിദ്ധരിക്കാൻ എന്താ ഉള്ളത്? ഓരോരുത്തരും സംസാരിച്ചതിൻ്റെ അസില് അപ്പം തിരിഞ്ഞില്ലെങ്കിൽ മുമ്പ് പറഞ്ഞതോ ശേഷം പറഞ്ഞതോ ആയ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം എന്നാണ്. അപ്പം ഇദ്ദേഹം എന്ത് ഫത്വ പറഞ്ഞിട്ടുണ്ടെങ്കിലും 1980-കളിൽ അദ്ദേഹം എഴുതി അദ്ദേഹത്തിൻ്റെ പത്രമുണ്ട്. ആ പത്രം വായിച്ചു നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ഷറഹ് മുൻകൂട്ടി അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. ഇനി വേണം തെറ്റിദ്ധാരണ നീക്കണമെങ്കിൽ അന്ന് എഴുതിയ ആ പറയപ്പെട്ട പത്രത്തിൻ്റെ എല്ലാം പ്രസിദ്ധീകരിക്കുക. എന്നപ്പോൾ എല്ലാവരും തെറ്റിദ്ധാരണ നീങ്ങുമല്ലോ. കുടുങ്ങുമ്പോൾ ആയത്തിനെ പോലും വലിച്ചെറിയുന്ന ഈ സ്വഭാവം നട്ടെല്ലുള്ളവർക്ക്, സുന്നത്ത് ജമാഅത്താണെന്ന് പറയുന്ന ആളുകൾക്ക് യോജിച്ചതല്ല എന്നേ സാന്ദർഭികമായി പറയാനുള്ളൂ.
മറ്റുള്ള ഒരു കാര്യം പറഞ്ഞാലേ ഉറച്ചു നിൽക്കണം, പഠിച്ചതിന് ശേഷം പറയുക, പറഞ്ഞാൽ പിന്നെ തിരുത്താതിരിക്കുക. ഇത് നമ്മുടെ ഒരു നയമായി നമ്മൾ കൊണ്ടു നടക്കണം. അല്ലാതെ നമ്മൾ സത്യമാണ് പറയുന്നു, പറഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും ഏശിയാൽ അത് അവരല്ല ഇവരല്ല എന്ന് പറയുന്നത് ആണത്തമല്ല. അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഒരു മാളത്തിൽ നിന്ന് 2 പാമ്പ് കടിച്ചു നമ്മൾ മുമ്പ് പറഞ്ഞത്. മാത്രമല്ല, മുമ്പ് ഒരു വേശ്യ കുറെ ബ്രോക്കർമാർ എന്ന ഒരു ലേഖനം അദ്ദേഹത്തിന്റെ പത്രത്തിൽ വന്നിരുന്നു. പഴയകാല കഥ ആയതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. 40 വർഷം മുമ്പ് ജീവിച്ചിരിക്കതൊക്കെ അറിയുള്ളൂ. അന്നും ഒരു 10 വയസ്സുള്ളവർക്ക് ചുരുങ്ങിയത് അറിയുള്ളൂ. അപ്പോൾ ഒരു 50-55 വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് ഈ കഥകളൊക്കെ അറിയുള്ളൂ. ആ ഒരു വേശ്യ കുറെ ബ്രോക്കർമാർ എന്ന് എഴുതിയത് മലപ്പുറത്തുള്ള കുറച്ച് പണ്ഡിതന്മാരെ കുറിച്ചായിരുന്നു. അങ്ങനെ ആ പണ്ഡിതന്മാർ ആ ഹാലിളകി വന്നു. അദ്ദേഹം ഉണ്ടായിരുന്ന സമസ്തയുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. അതിൽ ആകെ വിറളി പൂണ്ട് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുത്ത് യുദ്ധമായിരുന്നു. അവസാനം അവർക്ക് തിരുത്തണമെന്നുണ്ടായി. അവസാനം സമസ്തന്റെ ഭാഗത്തു നിന്ന് ഷോക്കോസ് നോട്ടീസ് വന്നു. അതിന് മറുപടി കൊടുത്തു. അന്നൊക്കെ ആർജവമുള്ള മറുപടികളായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ഉസ്താദുമാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തന്നെയാണ്. നമ്മുടെ ഇമാമാകുന്ന അബുൽ ഹസൻ അശ്അരി ജുബായി എന്ന ഉസ്താദിനെ തിരുത്തിയിട്ടാണ് വന്നത്. ഷറഹുൽ അഖായിദ് ഉസ്താദുമാരൊന്നും കൂടി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആർജവത്തോടെ, അങ്ങനെയൊന്നും ഉസ്താദുമാരോട് പറഞ്ഞിട്ട് ശരിയല്ല എന്നുള്ളത് അന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആർജവത്തോടെ പറയുള്ളത് പറഞ്ഞിരുന്നു. അതിൽ അതബുണ്ടോ ഗുരുത്തുണ്ടോ എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ടതാണ്. അതിന് ശേഷം വീണ്ടും രൂക്ഷമായപ്പോൾ ഉസ്താദുമാർ ഷറഹുൽ അഖായിദ് മാത്രമല്ല ഷറഹു തഹ്ദീബും ഓതണം നോക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇങ്ങനൊക്കെ പറഞ്ഞ ആള് ഇപ്പോൾ ഒരു ആയത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ വിശദീകരിച്ച് അത് നേരെ പാണക്കാട്ടേക്ക് അതാണ്ട് പോയിക്കണ് എന്ന് ബോധ്യപ്പെടാൻ ആ പറയുമ്പോൾ തന്നെ അത് ഉദ്ദേശിച്ചാണ് പറയുന്നത്. പിന്നാണ് പോകാൻ്റെ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ പ്രചരണം വന്നപ്പോൾ നിൽക്കുന്ന ആ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അത് തിരുത്താൻ വന്നു. പക്ഷെ തിരുത്തുമ്പോൾ മാന്യമായ തിരുത്ത് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുമല്ല ഉദ്ദേശിച്ചത്, പിന്നെ ഏതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയണല്ലോ. അതില്ലാത്തത് വലിയ ഷണ്ടത്തമായി പോയി എന്ന് അദ്ദേഹത്തെ പോലുള്ള കുറെ പ്രായം ചെന്ന ആളുകളോട് ഈ വിഷയത്തിലൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഉസ്താദുമാരുടെ പൊരുത്തം എന്ന് പറയുന്നത് പ്രത്യേകമായൊരു വിഷയമാണ്. അത് ഗ്രൂപ്പാണെങ്കിലും മറ്റാണെങ്കിലും എതിർക്കുമ്പോഴും എതിരെ പറയുമ്പോഴൊക്കെ നമ്മൾ ആ മാന്യത, ആ വിഷയം ഉസ്താദുമാരാകുമ്പോൾ പ്രത്യേകം അത് പാലിക്കൽ ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഇതിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ഒരു യക്കീനിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇത് വലിയ വിവാദമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയാണ്. ഇത് പറഞ്ഞത് സമസ്തയുടെ നേതാക്കളായ തങ്ങന്മാരെ പറ്റിയാണ്, അതല്ല ലീഗിൻ്റെ നേതാക്കന്മാരായ തങ്ങളെക്കുറിച്ചാണ് എന്നൊക്കെയുള്ള ചർച്ച നടക്കുമ്പോൾ അവരുമല്ല ഇവരുമല്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാൽ പറ്റൂല്ലോ. ആരെയാണ് എന്നൊന്ന് പറയണല്ലോ. അപ്പം അത് പറഞ്ഞുകൊണ്ട് അതൊന്ന് തിരുത്താനുള്ള നട്ടല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് പ്രത്യേകമായി പറയുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തും സന്മാർഗവും ദർശനവും സത്യവും നൽകുമാറാവട്ടെ. അതിൽ അടിയുറച്ച് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു എല്ലാവർക്കും സത്യത്തിലൂടെ നീങ്ങാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.